നമസ്കാരം. കേരളത്തിൽ ബി.ജെ.പിക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുമോ? പലരുടെയും പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഇത്തവണത്തെ നറുക്ക് വീഴുക ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ കഴിവ് തെളിയിച്ച ശോഭ സുരേന്ദ്രന് തന്നെയായിരിക്കും. ഇതിന്റെ ഭാഗമായി ശോഭയെ ഡൽഹിയിലേക്ക് അമിത്ഷാ വിളിപ്പിക്കാനാണ് സാധ്യത തെളിയുന്നത്. ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാവുകയും വിവിധ തലത്തിലേക്കുള്ള കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണിത്. കെ സുരേന്ദ്രന് പുറമെ ഗുജറാത്തിൽ സി.ആർ. പാട്ടീൽ, മധ്യപ്രദേശിൽ വി.ഡി. ശർമ്മ, മിസോറാമിൽ വൻല മുവാക്ക എന്നിവർ 5 വർഷത്തിലേറെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരുന്നത്. സംസ്ഥാന അധ്യക്ഷനാകാൻ താൽപ്പര്യമില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതൃത്വത്തെ അറിയിച്ചതോടെയാണ് ശോഭയ്ക്ക് മുന്നിലെ വാതിലുകൾ വീണ്ടും തുറന്നിട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം മറ്റു നിരവധി ചുമതലകളുടെ തിരക്കിലാണ് അദ്ദേഹം. എയുമായി ബന്ധപ്പെട്ട രാജ്യാന്തര സമ്മേളനങ്ങളിൽ പങ്കെടുക്കുവാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ഈ മാസം 23 രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സന്ദർശനം നടത്തും. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനോട് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് പ്രകാരം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ചുമതലയാണ് മുരളീധരന് നൽകിയിരിക്കുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് മുരളീധരനോട് പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകിയത്. ഇതനുസരിച്ച് ഡൽഹിയിൽ താമസമാക്കിയാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുരളീധരനെ പരിഗണിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ഈ മാസം അവസാനത്തോടെ പുതിയ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുമെന്നാണ് സൂചന. ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ പകുതി സംസ്ഥാനങ്ങളിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പൂർത്തിയാകണമെന്നാണ് നിബന്ധന. പുതിയ ദേശീയ അധ്യക്ഷൻ ചുമതല ഏറ്റ ശേഷം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സംസ്ഥാന അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക എന്നും പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. കേരളത്തിൽ മാസങ്ങൾക്കുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പാർട്ടിയെ നയിക്കാൻ തീപ്പൊരി നേതാവ് എത്തുന്നത് എന്തുകൊണ്ട് പാർട്ടിക്ക് ഗുണകരമാകും? പാർട്ടി നേതൃത്വത്തിൽ ഉൾപ്പെടെ കെ സുരേന്ദ്രൻ തന്നെയാണ് സജീവമായി രംഗത്തുള്ളതെങ്കിലും ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പേരാണ് ഉയർന്നു നിൽക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യു.എസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.